ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി തന്നെ കേട്ടോ. ഇന്ന് തുടക്കം വേറെ ഒന്നുമല്ല, അങ്ങ് സ്കൂളിൽ പോയി രാക്കി ഓഫീസിൽ പോയി. അപ്പൊ അവരെയൊക്കെ വിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കിടന്നിട്ട് എഴുന്നേക്കുന്ന ഒരു പതിവ് എനിക്കിപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ലാസ്റ്റ് 2-3 വീഡിയോകളിലൂടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ്. അത് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറൊന്നുമല്ല, പറാട്ട തന്നെയാണ്. കാരണം ഈ ഒരു കാലാവസ്ഥയിൽ അത് തന്നെയാണ് നമുക്ക് കുറച്ച് നല്ലത്. അപ്പോൾ ഞാൻ ദാൽ പറാട്ട കേട്ടോ, കുറച്ച് ദാൽ ബാക്കി വന്നതിനകത്തോട്ട് നമ്മുടെ മാവൊക്കെ കുഴച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് ജീരകവും ഇട്ട് വെക്കുന്നുണ്ട്. പെട്ടെന്ന് പറാട്ടയും നമ്മുടെ ദസിഗി ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചില്ലേ, നമ്മുടെ പാല് അറിഞ്ഞിന്ന് വാങ്ങിച്ചേ, അതും കൂടെ കൂട്ടി ചുരുട്ടിയും കഴിക്കാവുന്നതേ ഉള്ളൂ. കാരണം ദാൽ പറാട്ട ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഞാൻ അങ്ങനെ അച്ചാർ പറാട്ടയുടെ കൂടെ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വെറും ചായയുടെ കൂടെ ഈ പറാട്ട അങ്ങനെ കഴിക്കുന്ന ഒത്തിരി ഇഷ്ടം. അപ്പോൾ ഇതേ നല്ല നെയ്യൊക്കെ തേച്ചിട്ട് നമ്മുടെ ദാൽ പറാട്ട ചുട്ടെടുക്കുന്നുണ്ട്, കൂടെ ചായയും. ഞാൻ പറഞ്ഞല്ലോ, ഈ പറാട്ടയുടെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ വെച്ച് അത് ആ ചൂടിലങ്ങ് ഉരുക്കി കിട്ടും കേട്ടോ. ഇത് ചുരുട്ടി ചായയുടെ കൂടെ കഴിക്കാം. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഹെവി, ഇത്രയും നെയ്യൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിശക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മതിയെന്നേ. നമ്മളധികം എക്സേർട്ട് ചെയ്തൊന്നും ചെയ്യുന്നില്ലല്ലോ ഈ തണുപ്പത്ത്. പുറത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാറ്റാട്ടോ, ചെവിക്കകത്ത് ഇങ്ങനെ മൂളി കയറുന്ന ഒരു സൈസിലെ കാറ്റാണ്. സ്റ്റില്ലായിട്ട് നമ്മുടെ മരമൊക്കെ നിൽക്കും, പക്ഷേ നല്ല തണുത്ത കാറ്റ് വരും. അതാണ് നമുക്ക് പുറത്തിറങ്ങാൻ മടി. ലഞ്ചിനായിട്ട് നമ്മുടെ നെമ്മീൻ അമ്മ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, അതെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പുറത്ത് വെച്ചിരുന്നു. അത് ഫ്രൈ ചെയ്യുക. മെയിൻലി ഇത് അങ്കൂരിൻ്റെ ആക്കിക്കോ. എനിക്കും അമ്മയ്ക്കും വലിയ താല്പര്യമില്ല. ഒന്നാമത് ഈ മീൻ എനിക്ക് ഈ ഐസ് ഇട്ട് വെക്കുമ്പോൾ ആ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചോറും പിന്നെ കുറച്ച് മുരിങ്ങയ്ക്കയുടെ തോരൻ, നമ്മുടെ ഈ മുറ്റത്തിരിക്കുന്ന മുരിങ്ങയെന്ന് അമ്മ അതേ വരച്ച് അത് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെഴുക്കുവരട്ടി, കാരണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊരു കാര്യമുണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. മിക്സഡ് മെഴുക്കുവരട്ടി പോലെ കുറച്ച് ബീൻസും ക്യാരറ്റും വഴുതനങ്ങയും അത് ഞാൻ കടായിലോട്ടെല്ലാം കൂടെ തട്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ വഴുതനങ്ങ കുറച്ച് വെള്ളത്തിലിട്ടിരുന്നു കറ കളയാൻ വേണ്ടി. അത് നന്നായിട്ട് ഒന്നും കൂടെ കഴുകി ഇതൊന്ന് വഴണ്ട് വന്നിട്ടാണ് നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാറച്ചവ വഴുതനയുടെ വരുന്നതൊന്ന് കുറയും. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചട്ടിയിൽ പെട്ടെന്നാവും കേട്ടോ, നമ്മുടെ ഇരുമ്പ് ചട്ടിയാണല്ലോ. എന്നിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ പെട്ടെന്ന് മാറ്റിയാൽ മതി. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ ആ ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരും. പക്ഷെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഹെൽത്തിയും ആണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചമ്മന്തിയും വേണ്ടേ. അപ്പോൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കുറച്ച് നാരങ്ങ ഇരുന്ന് അച്ചാറിട്ട് എൻ്റെ പാത്രത്തിൻ്റെ ബാക്കി അടിഭാഗത്തോട്ട് ഞാൻ വിചാരിച്ചു ചോറും ഈ അച്ചാറും മെഴുക്കുവരട്ടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ലഞ്ച് കേട്ടോ. കഴിഞ്ഞ് വയറ് നിറഞ്ഞിട്ട് ദേ വീണ്ടും ചുരുണ്ടേ. നമ്മുടെ ടൗൺഷിപ്പിലെ റോസാപ്പൂക്കളാണേ. നമ്മുടെ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷന് പോകാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പോകാം കേട്ടോ. ഇനി ബാഡ്മിൻ്റനും വിട്ടു തുടങ്ങണമെന്ന് ആലോചിക്കുന്നു. എന്തേ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് ട്യൂഷന് പോവുക. ഇതെന്താണെന്നറിയാമോ, കാക്രി പീത്ത എന്ന് പറഞ്ഞു ഒറീസക്കാരുടെ ഒരു സംഭവം. ഇവിടെ ഒറീസയിലെ ഒരു ആൾക്കാർ നമ്മുടെ ടൗൺഷിപ്പിൽ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് ഞാൻ വൈകുന്നേരത്തെ സ്നാക്ക് വാങ്ങിച്ചതാണ്. നമ്മുടെ കൊഴുക്കട്ടയില്ല അതുപോലെ, പക്ഷേ ചുറ്റും കാണുന്നത് റവയാട്ടോ. റവ കൊണ്ടുള്ളൊരു മാവ് ഉണ്ടാക്കിയിട്ട് അകത്ത് തേങ്ങയും നമ്മുടെ പയറുപരിപ്പും ശർക്കരയും നെയ്യും ഒക്കെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. റവയാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. നമ്മുടെ കൊഴുക്കട്ടയില്ലേ, ഞങ്ങൾക്ക് അവിടെ കൊട്ടാരക്കുളം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കൊല്ലത്ത് കേട്ടോ. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു കൊഴുക്കട്ട ഉണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്ത്. അമ്മയും പറഞ്ഞു അതുപോലെ ഒരു നമ്മുടെ നാടൻ പലഹാരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. കൊട്ടാരക്കുളം എന്ന് പറയുന്നത് നമ്മുടെ ഗണപതിയുടെ അമ്പലം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തണുപ്പായാലും ചൂടായാലും എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളല്ലേ. എന്തായാലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റും. ഇനി ക്രിസ്മസ് വരാൻ പോകുന്നു, ന്യൂ ഇയർ വരാൻ പോകുന്നു. അതായത് പുതിയൊരു വർഷം 2025 നമ്മൾ പോകാൻ പോകുകയാണ്. ഡിന്നറിനായിട്ട് അമ്മ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മട്ടൻ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അലർജിയാണ്, ഞാൻ മട്ടൻ കഴിക്കാറേ ഇല്ല. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ഉള്ളിക്കറിയായിട്ട് ഉണ്ടാക്കിയിട്ട് മുട്ട പുഴുങ്ങി മുട്ടക്കറിയായിട്ടാണ് കഴിക്കുന്നത്. അമ്മയ്ക്കും അങ്കുനും രാക്കിക്കുള്ള മട്ടൻ കറിയാണ്. ഞാൻ എപ്പോഴൊക്കെ മട്ടൻ കഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നുകൊണ്ട് എനിക്ക് ശരിക്കും മട്ടൻ കറി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേടിയോ. അത് മാത്രമല്ല എനിക്ക് മട്ടൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചിക്കൻ അല്ലെങ്കിൽ നമ്മൾക്ക് പറയാവുന്ന അറിയത്തില്ല, ബീഫാണ് എൻ്റെ ഫേവറേറ്റ്. ഇവിടെ ബീഫൊന്നും ഇടാൻ പറ്റത്തില്ല, കിട്ടാനും പാടില്ല. പിന്നെ മലയാളി കടയിൽ പോകുമ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിക്കും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബീഫ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് നമ്മുടെ ചിക്കനാണല്ലോ എൻ്റെ കൂടുതലും വീഡിയോസിൽ എപ്പോഴും ഇടുന്നത്. മീൻ ഇവിടെ നല്ലത് കിട്ടാത്തതുകൊണ്ട് കേട്ടോ, അല്ലാതെ മീൻ ഇഷ്ടക്കേട് കൊണ്ടല്ലേ, എനിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലേ. പിന്നെ അതേ പുട്ടിന് മാവ് നനച്ച് വെച്ചിട്ടുണ്ട്, പുട്ട് കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്, കറി എല്ലാം റെഡിയായി, തേങ്ങ എല്ലാം സെറ്റപ്പാക്കി വെച്ചു. ഇനി അത് ആവി കയറ്റി എടുക്കുന്നുണ്ട്. പുട്ടും മട്ടൻ കറി
എൻ്റെ മുട്ടക്കറിയാണ് അപ്പുറത്തോട്ടിരിക്കുന്നത് കേട്ടോ. മുട്ടക്കറി ശരിക്കും ഞാൻ ആ പുട്ടൂറ്റിയിലോട്ട് 2 മുട്ട പുഴുങ്ങായിട്ടിട്ടുണ്ട്, കറി അപ്പുറത്തിരിപ്പുണ്ട്. ഇനി അത് മിക്സ് ചെയ്തങ്ങ് കഴിക്കും. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ രാക്കെ ഓഫീസിൽ നിന്ന് വന്നിരിപ്പുണ്ടേ, ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാലൊക്കെ നീട്ടി TV കണ്ടുകൊണ്ടിരിക്കുക. ഫ്രണ്ടിലൊരു കുഞ്ഞ് ഹീറ്റർ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ആവശ്യത്തിന് അതിനകത്തുനിന്ന് ചൂട് കിട്ടും. പിന്നെ നമ്മുടെ വലിയ ഓയിൽ ഹീറ്റർ അങ്ങ് റൂമിലാണ് കൊണ്ടുവച്ചാൽ കേട്ടോ. ഫ്രണ്ടിൽ ഇരുന്നായിരുന്നു അത്, പക്ഷെ നമുക്ക് നിരക്കി കൊണ്ടുപോകും, വീലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടേ. ഇതാണ് നമ്മുടെ റൂമിലോട്ട് വെച്ചത്. ഇത് പക്ഷെ നല്ലതാട്ടോ, നല്ല വാമായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. പിന്നെ ഇത് നമ്മുടെ കാർത്തിക ദിവസം വൈകുന്നേരത്തെ ആട്ടോ, അതായത് തലേ ദിവസമായിരുന്നു കാർത്തിക. അപ്പോൾ ഞാൻ ആ വിശേഷം ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് വിളക്കും കാര്യങ്ങളും ഒന്നും ഞാൻ കത്തിച്ച് വെച്ചില്ല. കുഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു ദിയ ഉണ്ടായിരുന്നു, 2 എണ്ണം. അല്ല, ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു ദീപാവലിക്ക് കത്തിച്ചത്, പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് 2 എണ്ണം കത്തിച്ചാൽ മതിയല്ലോ വെച്ചിട്ട് കുഞ്ഞ് 2 ദിയ വിളക്ക് കത്തിച്ചതിന് ശേഷം കേട്ടോ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും അധികം ഉണ്ടാക്കിയതുമില്ല. സത്യം പറഞ്ഞാൽ ഈ തണുപ്പായിട്ട് നമുക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴേ കൈയും കാലും ഒക്കെ തണുക്കും. ഇപ്പൊ തന്നെ ചെരുപ്പിടാതെ ഒന്ന് പുറത്ത് വിളക്ക് കത്തിക്കല്ലേ എന്ന് വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പം അങ്കുവാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. ഞാൻ 2 എണ്ണേ വെക്കുന്നുള്ളൂ, ഒന്ന് അങ്ങോട്ട് നോക്കി ഒന്ന് ഇങ്ങോട്ട് നോക്കി. കാരണം കാറ്റിൻ്റെ ദിശ നോക്കിയാൽ നമുക്ക് വെക്കാൻ പറ്റും, അല്ലാതെ അങ്ങ് അണങ്ങും പോകും. നമ്മുടെ നാട്ടിലും നിങ്ങളൊക്കെ കത്തിച്ചൊക്കെ വെച്ചോ? നമ്മുടെ വീട്ടിലും കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന് കുഞ്ഞമ്മമാരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നിറച്ച് ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇടുമല്ലോ. ഫുൾ മൂൺ ഡേ ആണല്ലോ തൃക്കാർത്തിക എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ദേ ഉദിച്ചിങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ വിളക്കിനോട് നോക്കി. വിളക്ക് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സൈലൻ്റ് ആട്ടോ. അപ്പുറത്തെ വീട്ടിലെ ദീദി ഞാൻ കഴിഞ്ഞൊക്കെ വ്ലോഗിൽ പറഞ്ഞല്ലോ, ഒരു ഗുജറാത്തിൽ പോയി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ഇരുട്ടും കാര്യമായിട്ട് കിടക്കുക. നമ്മുടെ ഈ ലൈറ്റ്സ് നമ്മൾ ദിവാലിക്ക് ആ ടൈമിൽ ഇട്ടതാണ്. ഇനി അത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ മാറ്റുന്നുള്ളൂ. അപ്പോൾ കാറ്റ് കണ്ടോ, ഈ സൈഡിലോട്ട് വെക്കുമ്പോൾ കാറ്റ് വെച്ച് അണയാൻ പോവുക. അതുകൊണ്ട് ഞാൻ കാറ്റിൻ്റെ ദിശയിലല്ലാതെ മാറ്റി വെക്കുക. ഇത് സ്റ്റില്ലായിട്ട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ, പക്ഷേ കാറ്റ് നന്നായിട്ട് തണുത്ത കാറ്റാണ് ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ അടിക്കുന്നത്. അപ്പം ഞാൻ ദേ ഒരെണ്ണം ഇവിടെയും വെച്ചു, ഒരെണ്ണം അവിടെയും വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് പ്രദക്ഷിണം ചെയ്ത് നോക്കാം. അപ്പം ബാക്ക് സൈഡിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ഇന്ന് ക്രിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് അനക്കവും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഒരു സ്റ്റാർ അവിടെ എപ്പോഴും നിൽക്കുന്നതാണ്. ശരിക്കും ചില സമയങ്ങളിൽ ചന്ദ്രൻ ആ സമയത്ത് ഈ സമയത്തൊക്കെ ആകുമ്പോൾ അവിടെ നിൽക്കുന്നതാണ്. ഇന്ന് ഫ്രണ്ടിൽ എനിക്കൊന്നിങ്ങനെ ചുറ്റി ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ ചന്ദ്രൻ അസ്തമിക്കുന്നതും കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്നാൽ തൃക്കാർത്തികയ്ക്ക് കൊല്ലത്തോട്ടൊക്കെ ശരിക്കും പുഴുക്കും കഞ്ഞിയാണ് സ്പെഷ്യലായിട്ട് ആ ദിവസം വെക്കുന്നത്. അതും പോയിട്ട് രാക്കയുടെ സൈഡിലോട്ടൊക്കെ വേറെ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, അതായത് പാലക്കാട്, തൃശ്ശൂർ കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും എൻ്റേതായ ഒരു രീതിയിലാണ് എൻ്റെ എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കുന്നത്. ഇന്ന് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചയും നീലയും ലൈറ്റ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇനി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ജാനുവരി 1-ാം തീയതി കഴിഞ്ഞിട്ടേ മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ മാറ്റി കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി മാറ്റാൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഒപ്പിയാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.